ഈ ഒരു സമരം 35 ദിവസം പിന്നിട്ടപ്പോൾ കേന്ദ്ര മന്ത്രി രാജിവെച്ചത് അത് ബോധപൂർവമാണ്, അത് കൃത്യമായ തീരുമാനവുമാണ്, അത് ശരിയുമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ വിദ്യാർത്ഥികൾക്കുള്ളിലേക്ക് രാഷ്ട്രവിരുദ്ധമായ തീരുമാനങ്ങളെയും രാഷ്ട്രവിരുദ്ധ ചിന്തകളെയും കടത്തിവിട്ട് അവരെ മറയാക്കിക്കൊണ്ട് നാടിനെതിരെ പ്രവർത്തിക്കുന്നത് ഒരൊറ്റ നിമിഷം കൊണ്ട് സ്റ്റോപ്പാക്കി കളഞ്ഞു മോദിജിയും അദ്ദേഹത്തിൻ്റെ ടീമും ചേർന്നിട്ട്. അവിടെയാണ് സത്യസന്ധതയ്ക്ക് കൊടുക്കേണ്ടി വന്ന വിലയാണ് ഒരു മന്ത്രിയുടെ രാജി. പക്ഷേ നാരായണത്ത് ഭ്രാന്തൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇടതുകാലിൻ്റെ മന്ത് വലതുകാലിനാക്കി എന്ന് പറയുന്നത് പോലെ നിങ്ങൾ പ്രഹ്ലാദ് ജോഷി എന്ന് പറയുന്ന കടുത്ത RSSകാരനെ ധർമ്മേന്ദ്ര പ്രധാന് പകരം പുതിയ ചുമതലയിൽ വന്നു എന്നതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. ഏവർക്കും സാദര നമസ്കാരം. രാജേഷ് നാദാപുരമാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു, ഞങ്ങൾ വിജയിച്ചു. ആരാണ് തോറ്റത്, ആരാണ് ജയിച്ചത്? ഈ വിഷയമാണ് നമുക്കൊന്ന് ചിന്തിക്കേണ്ടത്. കേന്ദ്രമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിലൂടെ CJP അഥവാ പാർട്ടികൾ വിജയിച്ചു എന്നാണ് മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത്. തോറ്റുകൊടുത്തിരിക്കുകയാണ് മോദി സർക്കാർ രണ്ട് പേർക്ക് മുന്നിൽ. ഒന്ന് കർഷകന്മാർക്ക് മുന്നിൽ, രണ്ട് നമ്മുടെ യുവസമൂഹത്തിന് മുന്നിൽ. ഒരു കുടുംബത്തിൽ ശാന്തിയും സമാധാനവും കൈവരിക്കണമെങ്കിൽ കുടുംബത്തിൻ്റെ ശ്രേയസ് ആഗ്രഹിക്കുന്നവർ തോറ്റുകൊടുക്കുവാനുള്ള മനസ്സുണ്ടാകണം. നമ്മുടെ ആചാര്യന്മാർ പറയും വിജയിക്കുവാനുള്ള എളുപ്പവഴി എന്താണ്? തോറ്റുകൊടുക്കുവാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാവണം. നരേന്ദ്രമോദി ഒരിക്കലും തോറ്റുകൊടുത്തിട്ടില്ല കോൺഗ്രസിൻ്റെ മുന്നിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നിൽ. എലിയും പാമ്പും കീരിയും പൂച്ചയും ഒന്നായിട്ടാണ് 2024 തെരഞ്ഞെടുപ്പിൽ ശിവസേനയും മുസ്ലിം ലീഗും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒന്നിച്ചിട്ടായിരുന്നു മോദിജി എതിർത്തത്. അത് BJPക്ക് അല്പം താഴ്ചയുണ്ടായിട്ടുണ്ട്, 240 സീറ്റ്. പക്ഷെ ഇന്ന് NDAയുടെ കൂടെ 330 ഉണ്ട്. അന്ന് നേതൃത്വം കൊടുത്ത മമതാ ബാനർജി, സ്റ്റാലിൻ ഇവരെല്ലാവരും സൈഡായിട്ടുണ്ട്. അന്ന് ശിവസേന എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തെ ശിഥിലമാക്കിയ ഉദ്ധവ് ഇന്ന് ശിവസേനയുടെ കാര്യകർത്താവേ അല്ല കാര്യമായിട്ട്. അപ്പോൾ ഇവിടെയെല്ലാം എവിടെയാണോ തോറ്റു കൊടുക്കേണ്ടത്, എവിടെ തോറ്റു കൊടുക്കാൻ പാടില്ലയോ എന്ന് മോദിജിക്കും ടീമിനും കൃത്യമായിട്ടറിയാം. ഇവിടെ ഈ ഒരു സമരം 35 ദിവസം പിന്നിട്ടപ്പോൾ കേന്ദ്ര മന്ത്രി രാജിവെച്ചത് അത് ബോധപൂർവമാണ്, അത് കൃത്യമായ തീരുമാനവുമാണ്, അത് ശരിയുമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ രാജ്യത്തിൻ്റെ യുവജനങ്ങളുടെ ഉള്ളിലേക്ക് രാഷ്ട്രവിരുദ്ധ ശക്തികളുടെ പ്രേരണ വന്നിരിക്കുന്നു. അവരെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റ് ആക്രമിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. രാജ്യത്തെ ലോകത്തിന് മുന്നിൽ ശിഥിലമാക്കുവാൻ പരിശ്രമിക്കുന്ന രാഷ്ട്രവിരുദ്ധ ശക്തികളെല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് ഓടിക്കയറിയിരിക്കുന്നു. ഇനി ഒരിക്കലും പാർലമെൻറ്റോ ലോകസഭയോ അതുപോലെ രാജ്യസഭയോ കാണാത്ത ബ്രിട്ടാസും റഹീമും ഇതിൻ്റെ പിറകിൽ നമുക്ക് കാണാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ ഭാരതത്തിൽ നമുക്കറിയാം. ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, നമുക്കറിയാം 1 മാസമായിട്ട് രാഹുലിനെ നമ്മൾ കണ്ടിരുന്നില്ല. എവിടെയോ ടൂറിന് പോയ വ്യക്തി CJPയുടെ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങളുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഥാപാത്രമുണ്ട്, 8 കാലി മമ്മൂഞ്ഞ് എന്ന് പറയുന്നത്. ആ കഥാപാത്രങ്ങളെപ്പോലെ അധപ്പതിച്ചു പോയ ആളുകൾ ഈ വിദ്യാർത്ഥികൾക്കുള്ളിലേക്ക് രാഷ്ട്രവിരുദ്ധമായ തീരുമാനങ്ങളെയും രാഷ്ട്രവിരുദ്ധ ചിന്തകളെയും കടത്തിവിട്ട് അവരെ മറയാക്കിക്കൊണ്ട് നാടിനെതിരെ പ്രവർത്തിക്കുന്നത് ഒരൊറ്റ നിമിഷം കൊണ്ട് സ്റ്റോപ്പാക്കി കളഞ്ഞു മോദിജിയും അദ്ദേഹത്തിൻ്റെ ടീമും ചേർന്നിട്ട്. ഇവിടെ എന്തായിരുന്നു സംഭവിക്കാൻ പോകുന്നത്? കർഷകന്മാർ സമരം ചെയ്തു. കർഷകർക്ക് വേണ്ടിയായിരുന്നു ആ ബില്ല്. അവനുണ്ടാക്കുന്ന ഉൽപ്പന്നം ഏത് മാർക്കറ്റിലും ലേലം ചെയ്ത് വിൽക്കുവാൻ അവന് സ്വാതന്ത്ര്യം കൊടുത്ത ബില്ല് എനിക്ക് വേണ്ട എന്ന് അവരെ കൊണ്ട് പറയിപ്പിച്ചത് അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച രാഷ്ട്രവിരുദ്ധ ശക്തികളായിരുന്നു. അന്ന് അവരുടെ പ്ലാൻ എന്തായിരുന്നു? കർഷകന്മാരെ കൊണ്ട് തലയിലൂടെ പെട്രോൾ ഒഴിപ്പിച്ച് സ്വയം ആത്മാഹുതി ചെയ്യിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഡൽഹിയിൽ, പഞ്ചാബിൽ നിന്നോ ഹരിയാനയിൽ നിന്നോ വന്ന കർഷകൻ ആത്മാഹുതി നടത്തിയാൽ, തീക്കൊളുത്തി മരിച്ചാൽ അത് രാജ്യം കത്തും. ഈ രാജ്യത്തിൻ്റെ നട്ടെല്ലാണ് ഈ നാട്ടിലെ കർഷകന്മാർ, ഈ നാട്ടിലെ യുവസമൂഹം. അതുകൊണ്ട് അന്ന് മോദി തോറ്റുകൊടുത്തു. ആ തോറ്റുകൊടുത്തത് രാഷ്ട്രത്തിന് വേണ്ടിയായിരുന്നു. ഇന്ന് ഈ യുവജനങ്ങൾക്ക് മുന്നിൽ, അവരുടെ തെറ്റിദ്ധാരണകൾക്ക് മുന്നിൽ തോറ്റുകൊടുത്തു. യുവജനങ്ങൾക്ക് വേണ്ടി 300ഓളം പദ്ധതികളുണ്ട് ടോട്ടൽ. അത് 50ലേറെ പദ്ധതികൾ യുവസമൂഹത്തിന് വേണ്ടിയുള്ളതാണ്. അതവർ മനസ്സിലാക്കുന്നില്ല. ജമായത്തെ ഇസ്ലാമിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും എല്ലാം ഒന്നിച്ചു ചേരുന്നു. ആരാണ് കനയ്യകുമാർ? ആരാണ് ഒമർ ഖാലിദ്? ആരാണ് അപരാജിത? ഈ 3 പേരെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം ഈ സമരത്തിൻ്റെ പിറകിൽ ഇവരുടെ എല്ലാം പ്രേരണ. ഒമർ ഖാലിദ് ആരാണ്? ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കുവാൻ വേണ്ടി ഒരു സംഘടന ഉണ്ടായിട്ടുണ്ട്, മൗലാന മൗദൂദിയുടെ ജമായത്തെ ഇസ്ലാമി. ആ ജമായത്തെ ഇസ്ലാമിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്, വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ. ആ വെൽഫെയർ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ SQR ഇല്യാസിയുടെ മകനാണ് ഒമർ ഖാലിദ്. D രാജയുടെയും ആനി രാജ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാക്കന്മാർ, അവരുടെ മകളാണ് അപരാജിത. കനയ്യകുമാർ, നക്സലിസം, അമിത്ഷാ ഇല്ലാതാക്കിയ നക്സലിസം, ആ നക്സലിസത്തിൻ്റെ സന്തതിയാണ്, മാവോ സന്തതിയാണ് ഈ പറയുന്ന കനയ്യകുമാർ. ഇവരെല്ലാം ഒന്നിച്ചാണ് CJPക്ക് പിറകിൽ അണിനിരക്കുന്നത്.
രാഷ്ട്രവിരുദ്ധ ശക്തികളെല്ലാം അണിനിരന്നുകൊണ്ട് ഈ രാജ്യത്തെ ശിഥിലമാക്കുമ്പോൾ ഒരു ചെറിയ തോൽവി അത് വലിയ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് എന്നറിയണം. ഈ നാട്ടിലെ യുവസമൂഹത്തെ, ചിന്താശേഷി കുറഞ്ഞവരെ, ധർമ്മത്തെക്കുറിച്ച് പഠിക്കാത്തവരെ, രാഷ്ട്രബോധത്തിൽ അഭിമാനിക്കാത്തവരെ എല്ലാം ഒന്നിപ്പിച്ചു കൊണ്ടുവന്ന് അവരെ ഉപയോഗിച്ച് പാർലമെൻറ്റ് ആക്രമിച്ചാൽ തിരിച്ചടിക്കേണ്ടി വരും, വെടിവെക്കേണ്ടി വരും. അങ്ങനെ മരണങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഈ രാജ്യം ലോകത്തിൽ ഇന്ന് സാമ്പത്തിക ശക്തിയിൽ 4-ാം സ്ഥാനത്ത് 38 രാജ്യങ്ങൾ അവരുടെ പരമോന്നത ബഹുമതി നൽകി ആദരിച്ചൊരു പ്രധാനമന്ത്രി ലോകത്തിൽ എവിടെയെങ്കിലും ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രിയാണ്. 9 ഇസ്ലാമിക രാജ്യങ്ങളടക്കം 38 രാജ്യങ്ങൾ അവിടെ പരമോന്നത ബഹുമതി നൽകി ആദരിച്ച ആ പ്രധാനമന്ത്രിയെയും ആ ഭരണകൂടത്തെയും കഴിഞ്ഞ 12 വർഷമായിട്ട് അഴിമതി എന്തെന്നറിയാത്തൊരു രാജ്യം. 2G സ്പെക്ട്രം നമ്മൾ കേട്ടിട്ടുണ്ട്, 1.76 ലക്ഷം കോടിയുടെ കോൺഗ്രസ് അഴിമതി. കൽക്കരി കുംഭകോണം നമ്മൾ കേട്ടിട്ടുണ്ട്, 3 ലക്ഷം കോടി രൂപയുടെ അഴിമതി. കോമൺവെൽത്ത് ഗെയിംസിൻ്റെ അഴിമതി നമ്മൾ കേട്ടിട്ടുണ്ട്, 72,000 കോടി രൂപയുടെ അഴിമതി. 2004 മുതൽ 14 വരെയുള്ള 10 വർഷക്കാലം അഴിമതിയിലും അപമാനത്തിലും മുങ്ങിക്കുളിച്ചു പോയ, ലോകത്തിൽ ആർക്കും വേണ്ടാത്ത രാജ്യമായിരുന്നു നമ്മുടെ ഭാരതമെങ്കിൽ 2014 മെയ് 26-ാം തീയതി പ്രധാനമന്ത്രിയായതിനു ശേഷം ഒരു നിമിഷം ലീവ് എടുക്കാതെ കഴിഞ്ഞ 12 വർഷക്കാലത്തിലധികമായി നിരന്തരം ഈ രാഷ്ട്രത്തിനു വേണ്ടി ജീവിതമമ്പേ നിൻ പൂജയ്ക്കായി, മരണം ദേവി നിൻ മഹിമയ്ക്കായി എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ആ ധീരനായ RSSൻ്റെ സ്വയം സേവകൻ ആ നരേന്ദ്രമോദിജി നേതൃത്വം നൽകുമ്പോൾ എവിടെയും അഴിമതി ഉണ്ടാവില്ല. നമ്മുടെ നീറ്റിൻ്റെ പരീക്ഷാ പേപ്പർ ചോർന്നത് അതിഗുരുതരമാണ്. നമുക്കെല്ലാവർക്കും അറിയാം. പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് മാപ്പർഹിക്കാത്ത തെറ്റാണ്. 13 പേർ അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച ആളുകൾ ജയിലിലാണ്. ജീവപര്യന്തം തടവർക്ക് കിട്ടുവാൻ വേണ്ടിയുള്ള നിയമനിർമ്മാണം നടക്കണം. 1 കോടി രൂപ ഫൈൻ അടക്കുവാനുള്ള നിയമനിർമ്മാണത്തിന് വേണ്ടി നമ്മുടെ രാഹുൽ ഗാന്ധി അതിനെ പിന്തുണക്കുമോ, റഹീം പിന്തുണക്കുമോ, ജോൺ ബ്രിട്ടാസ് പിന്തുണക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു പ്രശ്നമുണ്ടായാൽ പ്രശ്നത്തിന് പരിഹാരമാണ് വേണ്ടത്. അത് നീറ്റിൻ്റെ എക്സാം ഒരിക്കലും പ്രധാനമന്ത്രിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാൻ കഴിയില്ല. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാൻ കഴിയില്ല. മുമ്പ് പലതും ചോർന്നു എന്നതുകൊണ്ട് ഇതിനെ ആരും ന്യായീകരിക്കുന്നില്ല. അർഹമായ ശിക്ഷ എല്ലാവർക്കും വാങ്ങിക്കൊടുക്കുവാൻ നമ്മുടെ ഭരണകൂടം പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ടാണ് ആ പരീക്ഷ ക്യാൻസൽ ചെയ്തത്. 22 ലക്ഷം വിദ്യാർത്ഥികൾ വീണ്ടും എഴുതി. അർഹമായ കുട്ടികൾ നീറ്റിലൂടെ നമ്മുടെ നാട്ടിൻ്റെ ഡോക്ടേഴ്സായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ആ ചോർന്ന പരീക്ഷയെ മറച്ചു വെച്ചിരുന്നുവെങ്കിൽ, ആ നീറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ജാർഖണ്ഡിലാണ് ചോർന്നത്, കോൺഗ്രസ് ഭരിക്കുന്ന ജാർഖണ്ഡിലാണ് ചോർന്നത്, അത് നമ്മൾ മറച്ചു വെച്ചിരുന്നു എങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ അനർഹരായ ആളുകളായിരുന്നു അവിടെ നമ്മുടെ ഡോക്ടേഴ്സായിട്ട് വരിക. അവിടെയാണ് സത്യസന്ധതയ്ക്ക് കൊടുക്കേണ്ടി വന്ന വിലയാണ് ഒരു മന്ത്രിയുടെ രാജി. പക്ഷേ നാരായണത്ത് ഭ്രാന്തൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇടതുകാലിൻ്റെ മന്ത് വലതുകാലിനാക്കി എന്ന് പറയുന്നത് പോലെ നിങ്ങൾ പ്രഹ്ലാദ് ജോഷി എന്ന് പറയുന്ന കടുത്ത RSSകാരനെ ധർമ്മേന്ദ്ര പ്രധാന് പകരം പുതിയ ചുമതലയിൽ വന്നു എന്നതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. രാഷ്ട്രം വൈഭവത്തിലേക്ക് കുതിക്കുമ്പോൾ യുവജനങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റിക്കൊണ്ട് അവരെ മുറുകെ പിടിച്ചുകൊണ്ട് കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു പുതിയ സംവിധാനത്തിലേക്ക് രാഷ്ട്രം മുന്നോട്ട് കുതിക്കും. തീർച്ചയാണ് ഈ രാഷ്ട്രത്തിൻ്റെ കുതിപ്പിനെ തടയുവാൻ ഒരു ജോൺ ബ്രിട്ടാസുമാർക്കും സാധ്യമല്ലെന്നറിയുക. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.